ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി സ്നാക്കായിട്ട് തയ്യാറാക്കുന്നത് വളരെ സിമ്പിളാണ്. എണ്ണ ഒന്നും ചേർക്കാതെ തയ്യാറാക്കുന്ന സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എടുത്തു. ഒരു വലിയ ക്യാരറ്റാണ്. ഗ്രേറ്റ് ചെയ്തപ്പോൾ 1 കപ്പോളം ഉണ്ട് കേട്ടോ. ഇനി നമ്മളിവിടെ എടുക്കുന്നത് ശർക്കരയാണ്. 3 ശർക്കര ഇതുപോലെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്നൊന്നും മെൽറ്റായി വരട്ടെ. അപ്പോൾ ഇത് ശർക്കരയൊക്കെ നന്നായിട്ട് തിളച്ച് മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്. മെൽറ്റായിട്ടുള്ള നെയ്യാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമ്മൾ 1 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇത് മൂത്ത് ഇങ്ങനെ മൊരിഞ്ഞൊന്നും വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാൻ അതുപോലെ തന്നെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ മുറി തേങ്ങ ചിരകി എടുത്തതാണ്. 1 കപ്പ് തേങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ ആ തേങ്ങ കൂടെ ചേർത്തിട്ട് എല്ലാം പാടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ വെളുത്ത എള്ളില്ലെങ്കിൽ കറുത്ത എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചുക്കിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഏലക്കപ്പൊടി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ഇപ്പോൾ ചേർക്കാൻ മറന്നു പോയിട്ടുണ്ട്, ലാസ്റ്റിലാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഈ സമയത്ത് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ റവ ഞാൻ വറുത്തിട്ടുള്ള റവയാണ് എടുത്തിട്ടുള്ളത്. വറുക്കാത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം പാട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഒരുപാട് കടന്ന് മൂത്ത് ചുവന്ന് പോകണ്ട. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയാണ്. നമ്മൾ 2 കപ്പ് വെള്ളത്തിലാണ് ശർക്കര മെൽറ്റാക്കി എടുത്തത്. എനിക്കിതിലേക്ക് ഒരു 1.25 കപ്പ് ശർക്കര പാനിയാണ് ആവശ്യമായി വന്നത് കേട്ടോ. ബാക്കി ശർക്കര പാനി നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. പിന്നെ അത് ഒഴിവാക്കി കളയുന്നും വേണ്ട കേട്ടോ. നിങ്ങൾ കുറച്ച് ശർക്കര പാനി കൂടുതലാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കളയേണ്ട. നമ്മൾ തണുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിലാണ് വെച്ചിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന റവ വെള്ളം കുടിക്കുന്നതിനനുസരിച്ച് ശർക്കര പാനിയുടെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ശർക്കര പാനി റവയുടെ എല്ലാ ഭാഗത്തും എത്തണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ജീരകം ഞാൻ ഇപ്പോഴാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിലും ചെറിയ ജീരകം ഒന്ന് ചതക്കിയതാണെങ്കിലും ചെറിയ ജീരകമാണെങ്കിലും കുഴപ്പമില്ല, ആദ്യം ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മൾ എന്താ പറയുക, വെളുത്ത എള്ളും ഏലക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ, ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇത്രയും മതി. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറട്ടെ കേട്ടോ. അതിനായിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് ഷേപ്പാക്കി എടുക്കാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കാം. ഇനി ഇത് വേവിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ബ്രഷാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഷ്ടമുള്ള അത്ര വലുപ്പത്തിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വയ്ക്കാം. അപ്പോൾ അരികൊക്കെ ഇങ്ങനെയൊന്ന് പരന്നിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു ഉണ്ട പോലെ മതിയെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെയൊന്ന് നെക്കിയെടുത്താൽ ആ ഒരു ഷേപ്പിൽ കിട്ടും. ഇങ്ങനെയൊന്നും ചെയ്യണമെന്നൊരു നിർബന്ധമല്ല. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ കരുതിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഉരുട്ടിയിട്ട് ആവി കയറ്റി എടുത്താൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു വാഴയിലൊക്കെ ഉണ്ടെങ്കിൽ വാഴൻ്റെ ഇലയിൽ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഷേപ്പാക്കി ഇങ്ങനെ എന്താ പറയുക, കോണായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചതുരത്തിലൊക്കെ മടക്കിയിട്ട് ആവി വേവിയിൽ വേവിച്ചെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വല്ല ഫില്ലിംഗ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. തേങ്ങയൊക്കെ കുറച്ച് ശർക്കരയൊക്കെ ഇട്ടിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് ആക്കിയിട്ടും വെക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ആവി കയറ്റി എടുക്കാനായിട്ട് ഒരു ആവിപ്പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ആവി വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈയൊക്കെ ഒന്ന് പൊള്ളിപ്പോവും.
അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വയ്ക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് എനിക്ക് റെഡിയായി കിട്ടി കേട്ടോ. ബാക്കി ഒരു 8 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ ആദ്യം ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. ഒട്ടിപ്പിടിക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത്. ആവി കൈമക്ക് തട്ടും, അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് റെഡിയാക്കി നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാകും. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയിട്ട് കുട്ടികൾ കളിച്ചിട്ടൊക്കെ പുറത്തൊക്കെ പോയി നന്നായിട്ട് ഓടി കളിച്ചിട്ടൊക്കെ വരുമ്പോൾ അവർക്ക് വിശക്കൂലേ. അപ്പോൾ ഇങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ക്യാരറ്റും ഇതൊന്നും കഴിക്കാത്ത കുട്ടികൾക്കും ഇത് ക്യാരറ്റൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുത്താൽ കഴിക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ചൂട് ചായക്കൊപ്പൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട് കേട്ടോ അത്യാവശ്യം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നന്നായിട്ട് ആവി പാറുന്നുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിക്കോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.